നമസ്കാരം. ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയം മുതൽ നരേന്ദ്രമോദി അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമായിരുന്നു ഇന്ത്യ പാക് യുദ്ധം അവസാനിക്കാൻ കാരണം ട്രംപിന്റെ ഇടപെടലാണെന്നുള്ളത്. ട്രംപിന്റെ ഈ കള്ളത്തരം പ്രചരിപ്പിക്കുന്നതിന് താക്കീത് നൽകി മോദി ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു. അമേരിക്കയുടെ സൈനിക ശേഷിയിൽ ഭയന്നുകൊണ്ട് മോദി മറ്റ് രാഷ്ട്രത്തലവന്മാരെ പോലെ മൗനം പാലിക്കുമെന്ന് കരുതിയ ട്രംപിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറി മോദിയുടെ കുറിക്കുകൊള്ളുന്ന മറുപടി. ട്രംപിന്റെ അവകാശവാദങ്ങളെ ചൊല്ലി നരേന്ദ്രമോദിയെ ചോദ്യശരങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ. എന്നാൽ അന്ന് മുതൽ സാധാരണ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ യുദ്ധം നടക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളും അവരോട് ആവശ്യപ്പെടുന്ന തരത്തിൽ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ലോക സമാധാനം പുനഃസ്ഥാപിക്കാൻ മാത്രമാണ് അമേരിക്ക ഇന്ത്യയോടും ആവശ്യപ്പെട്ടത് എന്നും അല്ലാതെ ട്രംപിന്റെ നിർദ്ദേശപ്രകാരമല്ല യുദ്ധം അവസാനിപ്പിച്ചതെന്നും അന്ന് തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ഉൾപ്പെടെ മോദി തന്നെ നേരിട്ടും പല ആവർത്തി പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപ് ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ മാത്രമെന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇറാൻ ഇസ്രയേൽ യുദ്ധം നടക്കുമ്പോൾ പോലും ഇനി ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചതുപോലെ താൻ ഇടപെട്ടുകൊണ്ട് ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന ട്രംപിന്റെ വാക്കുകൾ വീണ്ടും ഇന്ത്യക്ക് വലിയ നാണക്കേടാണ് സൃഷ്ടിച്ചത്. മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ പേടിച്ചിട്ട് സ്വന്തം രാജ്യത്തിലെ ജനങ്ങളോട് പൈശാചികമായ നടപടി നടത്തിയ രാജ്യത്തെ വെറുതെ വിടേണ്ട ഗതികേടിലേക്ക് ഇന്ത്യ അധപ്പതിച്ചു എന്നും അത് മോദിയുടെ കഴിവുകേട് എന്നുമാണ് ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ വ്യാപിക്കപ്പെടുക. പാകിസ്ഥാൻ ചെയ്ത ക്രൂരതയ്ക്ക് അവരുടെ മണ്ണിൽ തന്നെ കയറി തിരിച്ചടിച്ചവരാണ് ഇന്ത്യൻ സേന. ഒരു തരത്തിൽ ഇന്ത്യയുടെ ഭരണത്തലവനെ മാത്രമല്ല സൈന്യത്തിന്റെ കഴിവിനെ കൂടി പരിഹസിക്കുന്ന തരത്തിലായിരുന്നു ട്രംപിന്റെ ഈ അവകാശവാദം. കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് മോദി സർക്കാർ പലകുറി വാദിക്കുമ്പോഴും അമേരിക്കയുമായി കടുത്ത ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുന്നത് അത്ര ഗുണകരമാവില്ല എന്ന തിരിച്ചറിവിൽ ഇന്ത്യ ഏറെക്കുറെ മൗനം പാലിക്കുകയായിരുന്നു. പാകിസ്ഥാന് കൊടുത്ത തിരിച്ചടിയുടെ ക്രെഡിറ്റ് ആയിരുന്നില്ല ഇന്ത്യക്ക് വേണ്ടത്, മറിച്ച് ഇന്ത്യയോട് കാണിച്ച ക്രൂരതയ്ക്ക് അതേ നാണയത്തിൽ കൊടുക്കുന്ന ശക്തമായ തിരിച്ചടിയുടെ സംതൃപ്തിയായിരുന്നു. അത് ആവോളം ഇന്ത്യക്കാർക്ക് കിട്ടിയെന്നതും ഇപ്പോഴും തുടരുന്ന സിന്ധു നദീജല കരാർ മരവിപ്പിക്കലിലൂടെ പാകിസ്ഥാനെ ഇന്ത്യയെ തൊട്ടാലുള്ള പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് ഇന്ത്യ ഇപ്പോഴും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കയുടെ അവകാശവാദങ്ങളുടെ മുനയൊടിക്കാൻ എന്നാൽ ഇപ്പോൾ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയാണ് രംഗത്തെത്തിയത്. ട്രംപിനോട് നേർക്കുനേരെ നിന്ന് സംസാരിക്കാൻ തനിക്ക് യാതൊരു ഭയവുമില്ല എന്ന കാര്യം മുഴുവൻ ലോകരാഷ്ട്രങ്ങൾക്കും മോദി ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞു. ട്രംപിന്റെ നുണവാദത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കാൻ തന്നെയാണ് മോദിയുടെ തീരുമാനം. പാകിസ്ഥാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ആരുടെയും മധ്യസ്ഥത അഭ്യർത്ഥിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. മറ്റാരോടുമല്ല, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പാക് അഭ്യർത്ഥന പരിഗണിച്ചാണ് ഇന്ത്യ ആക്രമണം അവസാനിപ്പിച്ചതെന്നും അദ്ദേഹം ട്രംപിനെ അറിയിച്ചു. ഇത്തരം പ്രഖ്യാപനങ്ങൾക്ക് തക്കതായ മറുപടി തന്നെയാണ് ട്രംപിന് മോദി കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാന് ഇന്ത്യ തക്ക മറുപടി നൽകി എന്ന് പ്രധാനമന്ത്രി ട്രംപിനെ അറിയിച്ചുവെന്ന് വിദേശകാര്യ സെക്രട്ടറിയാണ് മാധ്യമങ്ങളെ അറിയിച്ചത്. മോദി ട്രംപിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോദി ഇന്ത്യ പാക് സംഘർഷം അവസാനിക്കാൻ ട്രംപ് അല്ല കാരണം എന്ന് വ്യക്തമാക്കിയത് ട്രംപ് അംഗീകരിച്ചുവെങ്കിലും പരസ്യമായി ഇനിയും വായിൽ തോന്നിയ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുമോ എന്നത് കണ്ടറിയണം. ഇരുവരും 35 മിനിറ്റോളം സംസാരിച്ചാണ് അവരുടെ സംഭാഷണം അവസാനിപ്പിച്ചത് എന്നാണ് സൂചന. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായാണ് ട്രംപും മോദിയും സംസാരിക്കുന്നതെന്നതും ഈ ചർച്ചകളെ കൂടുതൽ പ്രസക്തമാക്കുന്നു.